ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചുരിദാർ കട്ട് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു നൈറ്റിയിൽ നിന്ന് എങ്ങനെ അളവെടുക്കാമെന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. അതേ അളവിൽ തന്നെയാണ് ഇന്ന് നമ്മൾ നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നൈറ്റി തുണി 4 മടക്കിയിടണം. നൈറ്റി തുണി നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ചീത്ത വശം പുറമേ ആവുന്ന രീതിയിലാണ് മടക്കിയിട്ടെടുക്കേണ്ട. കാരണം അളവുകൾ മാർക്ക് ചെയ്യുമ്പം നമുക്ക് നല്ല വശത്ത് മാർക്ക് ചെയ്താൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പാടാണ്. അത് കാരണം നമുക്ക് ചീത്ത വശം പുറമേ ആവുന്ന രീതിയിൽ തുണി മടക്കിയിടണം. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ ചീത്ത വശമാണ്. 290-ൻ്റെ നൈറ്റി ബിറ്റാണിത്. ഇതിൻ്റെ വീതി വശമാണ്, ഇതിൻ്റെ നീളവശം. ആദ്യം നമുക്ക് ഈ വീതി വശത്തേക്ക് ഇങ്ങനെ രണ്ടായിട്ട് തുണി ഒന്ന് മടക്കിയിട്ടതിന് ശേഷം ഒരുപോലെ അങ്ങനെ രണ്ടായിട്ട് തുണി ഫുള്ളും ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നീളത്തിൽ നമുക്കിങ്ങനെ മടക്കിയിട്ടെടുക്കണം. ഫുള്ളായിട്ട് എനിക്ക് കാണിക്കാനൊക്കത്തില്ല വീഡിയോയിൽ, കാരണം ലെങ്ത് കൂടുതലാണല്ലോ നൈറ്റി തുണിക്ക്. ആദ്യം നമ്മൾ ഒന്നുകൂടെ പറയാം, ഇതിൻ്റെ വീതി വശമാണ്, ഇതിൻ്റെ നീളവശം. നമ്മൾ വീതി വശത്തേക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഫുള്ള് മടക്കിയിട്ടതിന് ശേഷം അതിനെ ഇങ്ങനെ നീളവശത്തേക്ക് മടക്കിയിട്ടെടുത്താണ് നമ്മൾ തുണി മടക്കിയെടുക്കുന്നത്. കാരണം ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ് ഇങ്ങനെ നമ്മൾ മടക്കിയിടുന്നത്. ഇനി ഞാൻ മടക്കിയിട്ടെടുക്കട്ടെ. അങ്ങനെ നമ്മളിവിടെ നൈറ്റി തുണി മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. മടക്കുവശം എൻ്റെ നേർക്ക് ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്തുമായിട്ടാണ് വരുന്നത്. ഇവിടെ 4 ഓപ്പൺ സൈഡാണ് വരുന്നത്. 1 2 3 4. പിന്നെ ഇവിടെയും മടക്കുവശമാണ് വരുന്നത്. ഇനി നമുക്ക് ആദ്യം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് താഴെ നിന്നുമാണ്. നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യുന്നതെങ്കിൽ ഫുൾ ലെങ്തിൽ അങ്ങ് എടുത്തേക്കണം. ഈ 290 ബിറ്റ് ഫുൾ എടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു നൈറ്റിയിൽ നിന്ന് അളവെടുത്ത അതിൻ്റെ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി ആദ്യം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് നമുക്ക് താഴ്വശത്ത് നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് താഴ്വശത്തു നിന്ന് എത്രയാണോ ലെങ്ത് വേണമെന്ന് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. താഴ്വശത്തു നിന്ന് ടേപ്പ് വെച്ച് നമുക്ക് എത്രയാണോ ലെങ്ത് വേണമെന്ന് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടും കൂടെ മാർക്ക് ചെയ്ത് വേണം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് വേണ്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് 50.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ചേർത്ത് 52 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടുന്ന ലെങ്ത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രായും കൂടെ ആഡ് ചെയ്ത് വേണം ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ചും, അതാണ് 1.5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഈ മടക്ക് വശത്തു നിന്നും ഈ ലെങ്ത് മാർക്ക് ചെയ്ത് നമ്മൾ ലൈൻ വരച്ച് അവിടെയായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഷോൾഡർ 8.25 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്രയാണോ ഷോൾഡർ മാർക്ക് ചെയ്ത് അത് തന്നെയാണ് ആം ഹോളിൻ്റെ ലെങ്തായിട്ട് 8.25 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ ഇവിടുത്തെ കറക്റ്റ് വീതി തന്നെ കിട്ടാനായിട്ട് അവിടെ നമ്മൾ 8.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്. പിന്നീട് ഈ 2 പോയിൻറ്റും കൂടെ ചേർത്തൊരു ലൈൻ വരച്ചെടുക്കുവാണ്. പിന്നീട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി വരച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ എൽ ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് നമ്മൾ 11.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മളിവിടെ ആയിട്ട് 11.25 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ വരച്ച ആം ഹോൾ ലെങ്ത് 8.25 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യണം. പിന്നീട് ഈ പകുതി മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തല്ലോ ആ പോയിൻറ്റും വരുന്ന രീതിയിൽ നമ്മുടെ ആം ഹോൾ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനൊരു കർവ് വരച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിനു മുമ്പേ ഞാൻ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്കിവിടെ ആം ഹോളിൻ്റെ റൗണ്ട് കറക്റ്റാണോ എന്ന് നോക്കണം. ഇവിടെ ആം ഹോൾ റൗണ്ട് 9.5 ഇഞ്ചാണ് വരേണ്ടത്. നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഈ വരച്ച പോയിൻറ്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് നീക്കി ഇങ്ങനെ ചുറ്റിനും ഒന്ന് അളന്ന് നോക്കണം. നമുക്ക് കറക്റ്റ് 9.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാനായിട്ടാണ്. കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ കറക്റ്റ് 9.5 ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത്. ഇതിപ്പോൾ കറക്റ്റാണ്.
നമ്മളിങ്ങനെ താഴ്വശത്തു നിന്ന് ലെങ്ത് മാർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കിവിടെ ഈ ബാലൻസ് കിട്ടുന്ന പീസിൽ നിന്ന് നമുക്ക് സ്ലീവിനൊക്കെ ലെങ്ത് കൂട്ടണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഇവിടെ കട്ട് ചെയ്യാതെ രണ്ടും കൂടെ ഒരുമിച്ചുള്ള പീസാണ് നമുക്കിവിടെ കിട്ടുന്നത് ബാലൻസ്. അളവെടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ അളവെടുത്ത നൈറ്റിയിൽ പ്രത്യേകിച്ച് വേസ്റ്റ് റൗണ്ടൊന്നും വരുന്നില്ല. ഈ ചെസ്റ്റ് റൗണ്ടിൻ്റെ അളവിൽ നിന്ന് ഇങ്ങനെ അങ്ങ് പോവുകയാണെന്ന്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ എത്രയാണോ നമ്മുടെ വേസ്റ്റ് ലെങ്ത് ഷേപ്പിൻ്റെ ലെങ്ത് വരുന്നത് അത് നമുക്ക് ഈ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 14 ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 14.5 ഇഞ്ച് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകും. അതുകൊണ്ട് ബോഡിയിൽ നിന്ന് നമ്മൾ 14 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 14.5 വേണം നമ്മൾ മാർക്ക് ചെയ്ത് എത്രയാണോ അവിടെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുത്ത് പിന്നീട് ആ പോയിൻറ്റിൽ നിന്ന് ഈ ഷേപ്പിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ അളവെടുത്ത നൈറ്റിയിൽ വേസ്റ്റ് റൗണ്ട് ഈ ചെസ്റ്റ് റൗണ്ടിൻ്റെ അതേ അളവിൽ തന്നെയാണ് അവർ എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് താഴെ വരെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് താഴ്വശം തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. താഴ്വശം തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ട് നമ്മൾ താഴ്വശത്ത് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിവിടെ സ്ലീവും കൂടെ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ ഫുൾ ആം റൗണ്ട് എത്രയാണെന്നൊന്ന് അളന്ന് നോക്കണം. 11 ഇഞ്ച് വരുന്നുണ്ട്. നമ്മൾ ഈ പോയിൻ്റ് ഇങ്ങനെ മുകളിലോട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 11 ഇഞ്ച് ആണ് നമുക്ക് കിട്ടിയത് ആം റൗണ്ട് അളന്നത്. ഇതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഉണ്ടല്ലോ, ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 8.5 ഇഞ്ചേ വരുന്നുള്ളൂ. നമ്മൾ എക്സ്ട്രാ അറ്റത്തേക്ക് തുണി വെച്ച് കൊടുക്കണം. ഇവിടെ നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിൻറ്റിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചൊന്ന് സ്ലീവിൻ്റെ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് ഓപ്പൺ റൗണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ 7 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് ഇങ്ങനെ സ്ലീവിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഈ പീസ് കിട്ടും. ഇത് നമുക്ക് സ്ലീവിൻ്റെ അറ്റത്തേക്ക് വെച്ച് കൊടുത്ത് ലെങ്ത് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ താഴ്വശം വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കർവ് ചരിച്ച് കട്ട് ചെയ്തും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. തൂങ്ങി കിടക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ 2 പീസും കൂടെ ചേർത്ത് വെച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുക്കണം. നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഉപകാരപ്രദമാകും. നമ്മൾ 2 പീസും കൂടെ ചേർത്ത് വെച്ച് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബാലൻസ് കട്ട് ചെയ്തെടുക്കണം. നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടാനായിട്ട് നമ്മൾ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഇപ്പോൾ ഇവിടെ ഇത് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. നമുക്കിതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഈ സ്ലീവിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ജോയിൻ്റ് ചെയ്ത് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിനായിട്ടുള്ള പീസ് കട്ട് ചെയ്യണം. നമുക്കിനി ഫ്രണ്ട് നെക്ക് ഇതിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം. ബാലൻസ് കിട്ടിയ പീസിനെ നമ്മളിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഇതിലേക്ക് നെക്ക് മാർക്ക് ചെയ്തെടുത്ത് ഇത് വെച്ചാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസാണ് ഉപയോഗിക്കുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ലെവലാക്കി ഒന്ന് വരച്ചു കൊടുക്കുകയാണ് മുകളിൽ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് വിഡ്ത്ത് 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നെക്ക് ലെങ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെയും 3.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഷേപ്പിലുള്ള നെക്കാണോ വേണ്ടുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ചുറ്റിനും 1.5 ഇഞ്ച് നമുക്കൊന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ മാർക്ക് ചെയ്തതിലൂടെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് ഒരു നോച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ക് വെച്ച് വരച്ച മാർക്കിങ് അപ്പുറത്തേക്ക് കിട്ടുന്നതിനായിട്ട് ഇതിനെ ഇങ്ങനെ നിവർത്തി ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റായിട്ട് മടക്കിയിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചോക്ക് വെച്ച് വരച്ച മാർക്കിങ് അപ്പുറത്തെ സൈഡിലേക്കും കിട്ടുന്നതാണ്. കണ്ടില്ലേ, ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തെളിച്ച് വരച്ചെടുക്കാം. ഇത് വെച്ചാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുള്ള ഈ പീസിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മളിവിടെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഇനി നമ്മൾ ബാക്ക് പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണ്. ഇനി നെക്ക് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. വരുന്നത് 3.25 ഇഞ്ചാണ്. നമ്മളിവിടെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് 1/4 ഇഞ്ച് കുറച്ച് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അവിടെ നമ്മൾ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് അങ്ങനെ ഇവിടെ ബാക്ക് നെക്ക് ആ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ ഈ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുത്തല്ലോ ഒരു പീസിൽ, അതിൻ്റെ സൈഡ് ഇങ്ങനെ വെച്ചൊന്ന് ആദ്യം 1/4 ഇഞ്ച് മടക്കി വീണ്ടും 1/4 ഇഞ്ച് ഒന്നുകൂടെ മടക്കി ചുറ്റിനും മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഈ പീസ് വെച്ച് ഉള്ളിലേക്ക് മറിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പീസിൻ്റെയും സെൻറ്റർ ഭാഗത്തൊരു നോച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരു ബോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഈ മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റണം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. 1/4 ഇഞ്ച് നിർത്തിയാൽ മതി. സ്റ്റിച്ചിൻ്റെ വെളിയിലേക്ക് 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. സ്റ്റിച്ച് കട്ടായി പോവരുത്. ചുറ്റിനും ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ പീസിന് നമുക്ക് പുറമേ വെച്ചിരിക്കുന്ന പീസിനെ നമുക്ക് ഉള്ളിലേക്ക് മറിച്ചിട്ടെടുക്കാവുന്നതാണ്. ഉള്ളിലേക്ക് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം അരികിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ സിബ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ബാലൻസ് വന്നിട്ടുള്ള പീസിൽ നിന്ന് 2 പീസ് ഞാൻ എടുക്കുവാണ്. സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 പീസ് എടുത്ത് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. നീളം വരുന്നത് 10 ഇഞ്ച്. നമ്മൾ സിബിനെക്കാട്ടിലും 2 ഇഞ്ചങ്ങനെ എക്സ്ട്രാ വരുന്ന രീതിയിൽ എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ 4 സൈഡ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി, ചെറുതായിട്ട് ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി, അങ്ങനെ 4 സൈഡും മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അങ്ങനെ നമ്മളിവിടെ 4 വശവും മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് എത്രയും ഓപ്പൺ വേണമെന്ന് നോക്കണം. അതൊന്നിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ചീത്ത വശത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് നമ്മുടെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, നെക്ക് സ്റ്റിച്ച് ചെയ്ത ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസിൻ്റെ നെക്കിൻ്റെയും സെൻറ്റർ ഭാഗം നമ്മളൊന്ന് ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഇത് നിവർത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത പീസ് കറക്റ്റ് ഈ മാർക്ക് ചെയ്തതിൻ്റെ മുകളിലായിട്ട് തന്നെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് വേണമെങ്കിൽ പിൻ ചെയ്തതിന് ശേഷം നമുക്കിവിടെ 1/4 ഇഞ്ച് ഈ മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തേക്ക് 1/4 ഇഞ്ചും ഇപ്പുറത്തേക്ക് 1/4 ഇഞ്ചും സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വന്ന് ഈ എവിടെ വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ 1/2 ഇഞ്ച് മുകളിലായിട്ട് കുത്തി നിർത്തി ഒരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് പിന്നീട് ഇവിടെയും 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. സെൻറ്ററിൻ്റെ അപ്പുറം ഇപ്പുറം 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എൻഡ് ഭാഗത്തൊരു വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്റർ ഭാഗത്ത് നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്ത് അവിടെയായിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ഈ പീസിനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കാം. സിബ്ബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ ഇവിടെയായിട്ട് ഒരു സിൽവർ കളറിലൊരു ഇതുണ്ട്, അത് കറക്റ്റ് എൻഡിലായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്ത് പിന്നീട് കറക്റ്റ് ഈ ഇപ്പുറത്ത് ഈ സിൽവറിൻ്റെ സൈഡ് ഇവിടെയായിട്ട് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. സിബിലേക്ക് കയറി കൊള്ളാതെ ഇതിൻ്റെ ഇവിടെ നിന്ന് 1/4 ഇഞ്ച് നീക്കി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മളിവിടെ സിബും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു പടി വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ എത്രയാണോ നമ്മുടെ സിബ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതിനെക്കാട്ടിലും ഒരു 2 ഇഞ്ച് നീളത്തിലും 3 ഇഞ്ച് വീതിയിലുമുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ നല്ല വശം ഉള്ളിലാകുന്ന രീതിയിൽ നമ്മളിങ്ങനെ വെച്ച് മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ മുകളിലത്തെ സൈഡും ഇവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ മടക്ക് വശമാണ് വരുന്നത്. ഈ മുകളിലും താഴെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നല്ല വശം പുറമേ ആവുന്ന രീതിയിൽ ഇതിനെ ഇങ്ങനെ തിരിച്ചിട്ടൊന്ന് എടുക്കണം. ഈ കോർണർ ഷേപ്പൊക്കെ നല്ലതായിട്ട് ഒന്ന് കുത്തി റെഡിയാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത സിബിൻ്റെ മുകളിലേക്ക് ഈ സൈഡുണ്ടല്ലോ ഓപ്പൺ ആയിട്ടിരിക്കുന്ന വശം അതിങ്ങനെ വെച്ച് കൊടുത്ത് 1/4 ഇഞ്ച് നീക്കി ഇങ്ങോട്ട് നീക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് പിന്നീട് ഈ പീസിനെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വച്ച് ഒന്നുകൂടെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്.
അങ്ങനെ നമ്മളിവിടെ സിബിൻ്റെ പടിയും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ക്രോസ് പീസ് വെച്ച് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ ബാക്ക് നെക്കിൽ ക്രോസ് പീസ് വെച്ച് ഫുള്ളും മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഉള്ളിലേക്ക്. അത് നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഷോൾഡറും ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് നല്ല വശം വരുന്ന രീതിയിൽ ചേർത്ത് വെച്ച് നല്ല വശം വരുന്ന രീതിയിൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത ക്രോസ് പീസ് ഉണ്ടല്ലോ, അത് ഈ ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് നെക്കിൽ സ്റ്റിച്ച് ചെയ്ത ക്രോസ് പീസ് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മടക്കി വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് പീസിനെയും ഫ്രണ്ട് പീസിനെയും ഇങ്ങനെ ഒന്ന് വിടർത്തിയിടുമ്പോഴത്തേക്ക് ബാക്കിലെ ക്രോസ് പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് വരും. അതിനി പിന്നീട് ബാക്കിലെ ക്രോസ് പീസിനെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ബാക്ക് നെക്കും ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ആണ് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആം റൗണ്ടിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നീട് സൈഡ് ജോയിൻ്റ് ചെയ്യണം, താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇത്രയാണുള്ളത്. അങ്ങനെ ഇവിടെ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.